പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മരണം എല്ലാവർക്കും സ്വാഭാവികമാ. ആ മരണം പ്രവാചകന്മാർക്കും ബാധകമാ. അതുകൊണ്ട് അള്ളാഹു പ്രവാചകന്മാരെ മരണത്തിന് മുമ്പേ മരണത്തിന് തയ്യാറാക്കി. അള്ളാഹുവിന്റെ പ്രവാചകനായത്തിറങ്ങി നബിയെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. ഓ നബിയെ, ജനങ്ങളെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങയുടെ ദൗത്യം അവസാനിക്കാറായി നബിയെ. അടുത്ത ആയത്തിറങ്ങി, ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ. എല്ലാവരും മരിക്കുന്നവരാ, അങ്ങും മരിക്കും നബിയെ. റസൂലുള്ളാഹിയുടെ മനസ്സിനെ വഫാത്തിന് വേണ്ടി പാകപ്പെടുത്തി. മൂന്നാമത്തെ ആയത്തിറങ്ങി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹിർ റസൂൽ. എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞു പോയവര് മരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് മരണത്തിലോട്ട് കടന്നു പോകേണ്ടടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഫർ മാസത്തിലാണ് വേദന ഉണ്ടാവുക. ആദ്യം വേദനയുള്ളവർക്ക് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലിന്റെ പ്രഭാഷണം സമാപനം കുറിക്കുകയാ. സലാത്തുകൾ ആകാശത്തിലേക്ക് മുഖരിതമാവുകയാണ്. കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ചാലിട്ടൊടുകേണ്ടതാണ്. കൽവുള്ളവനെ കരയുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം വല്ലാത്ത തലവേദന വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, എന്റെ ശിരസ്, എന്റെ തലവേദനയെ സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ, ആയിഷ, ഈ തലവേദന വന്നിട്ട് നിലവിളിക്കുന്നത് എന്താ? ഈ തലവേദന വന്നിട്ടെങ്ങാനും നീ മരിച്ചുപോയാൽ ആയിഷ, എന്റെ കൈ കൊണ്ട് നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, എന്റെ കൈ കൊണ്ട് നിന്റെ കഫൻ ഞാൻ പൊടിയും, എന്റെ കൈകൾ കൊണ്ട് നിനക്ക് വേണ്ടി കബറ് കുടിക്കും. ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിച്ചിട്ട് നിന്നെ ഞാൻ കബറടക്കി, നിന്നെ ഞാൻ കബർ തുണി പൊതിഞ്ഞ് നിന്നെ ഞാൻ തന്നെ അടക്കും ആയിഷ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സമയത്താണ് സ്ത്രൈണതയുടെ ഭാവം മുഖം പൊക്കിയത്. ആയിഷ ബീവിയുടെ മറുപടി എന്താ? ഓ നബിയെ, നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടമാണല്ലേ? ഞാൻ പെട്ടെന്ന് മരിച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ഭാര്യമാരുടെ കൂടെ പോയി താമസിക്കാനല്ലേ? അതുകൊണ്ടല്ലേ തലവേദനയാന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് നിങ്ങൾ എന്നെ മരണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നല്ലേ നബിയെ? കുറെ കഴിഞ്ഞു അള്ളാന്റെ റസൂലിനോ തലവേദന വന്നു. അള്ളാന്റെ റസൂല് തലയിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്കിന്നെന്തൊരു തലവേദനയാണ് ആയിഷ, ഞാൻ മരിക്കുമ്പോ നീ എന്റെ കഫം പൊതിയുമോ എന്നല്ല അള്ളാന്റെ റസൂല് മുമ്പിൽ വെച്ച് പറഞ്ഞത്. ഞാൻ നാളെ മരിക്കാൻ പോവുകയാണ് ആയിഷ എന്ന് അള്ളാന്റെ റസൂല് ആയിഷ ബീവിയുടെ മനസ്സിനെ തെര്യപ്പെടുത്തി. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന് രോഗം ബാധിച്ചു, പനി ബാധിച്ചു. ഞാൻ വളരെ ചുരുക്കി പറയാം, അള്ളാഹുവിന്റെ റസൂലിന് പനി ബാധിച്ചു. ആ പനി ബാധിച്ച റസൂലുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് അടിയുകയാണ്. സഹോദരങ്ങള്, വീട്ടിലേക്ക് അടിയുന്ന ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയം ഓരോ ദിവസവും പറയും, നാളെ എന്റെ അവസ്ഥ എന്താ, നാളെ എന്റെ അവസ്ഥ എന്താ, നാളെ എന്റെ അവസ്ഥ എന്താ, നാളെ എന്റെ അവസ്ഥ എന്താ. ഭാര്യമാർക്ക് മനസ്സിലായി റസൂലുള്ള പറയുന്നതിന്റെ അർത്ഥം എന്താ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഭാര്യമാരെല്ലാവരും കൂടി അല്ലാഹുവിന്റെ റസൂലിനെ ആയിഷ ബീവിയുടെ വീട്ടിലാക്കി. ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് നിർത്തി. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഏതാണ്ട് 17 വക്തോളം അബൂബക്കർ റളിയല്ലാഹു തആല ഇമാമത്ത് നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് ബോധം വരുന്നുണ്ട്, ബോധം പോകുന്നുണ്ട്. ഇടയ്ക്കൊരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന് ബോധം വീണപ്പോ റസൂലുള്ള പറഞ്ഞു, എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ കാണണം. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ്
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളിൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലുകളിലേക്ക് തന്റെ ഇരുകരങ്ങൾ എടുത്തു വെച്ച് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദ് നബവിയിലേക്ക് പോവുകയാ. കാല് തറയിൽ ചവിട്ടാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലുകളെ നിരത്തൂടെ ഇടയുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ ചാലുകൾ വീഴ്ത്തിയിട്ട് രണ്ട് സഹാബത്തിന്റെ തോളിൽ തൂങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുമ്പിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മുകളിലോട്ട് കയറി സഹാബ അള്ളാഹുവിന്റെ അടിമയുടെ മുമ്പ് രണ്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നുകിൽ ദുനിയാവും അതിന്റെ അനുഗ്രഹവും വേണോ, അതല്ല സ്വർഗം വേണോ. സ്വർഗം വേണോ. അവന്റെ അടിമ സ്വർഗത്തെ തെരഞ്ഞെടുത്തു, ദുനിയാവ് വേണ്ടെന്ന്. ഇത് പറയേണ്ട താമസം സദസ്സിന്റെ ഇടയിൽ നിന്നൊരു വല്ലാത്ത തേങ്ങിക്കരച്ചിൽ കേൾക്കാം. ആരാ? സയ്യിദിന അബൂബക്കറിന് സിദ്ദീഖ്. സഹാബത്ത് പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്തിനാ ഒരടിമ സ്വർഗം തെരഞ്ഞെടുത്ത കാര്യം പറയുമ്പോ അബൂബക്കർ കരയുന്നത് എന്തിനാ? അതേതെങ്കിലും ഒരു അടിമയുടെ കാര്യമല്ലേ? എന്തിനാ അബൂബക്കറെ കരയുന്നത്? യാ റസൂലല്ലാഹ്, അടിമ അങ്ങല്ലേ നബിയേ. ഈ വാക്കിലൂടെ അങ്ങയുടെ വഫാത്ത് അടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നബിയേ. അങ്ങ് ഞങ്ങളോട് വിട വാങ്ങാൻ പോവുകയാ, അങ്ങ് ഞങ്ങളോട് വിട പറയാൻ പോവുകയാണ്. ഇത് കേട്ട സഹാബത്തെപ്പെടാ ചിന്തിക്കുക. സഹോദരങ്ങളെ, മദീന മുഴുവനും പൊട്ടിക്കരഞ്ഞു. 10,000-കണക്കിന് സഹാബത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ള വിട പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് വഫാത്താവുകയോ, അല്ലാഹുവിന്റെ റസൂല് വഫാത്താവുകയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂല് നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 10 സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. അങ്ങയുടെ അവസ്ഥ എന്താണ് നബിയേ എന്ന് അല്ലാഹു അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അറിയാനിട്ടല്ല, അന്വേഷിക്കാൻ ഹബീബ് പറഞ്ഞു വിട്ടടാ. സഹോദരങ്ങളെ, ജിബ്രീൽ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വീണ്ടും ജിബ്രീൽ വന്നു. മൂന്നാമത്തെ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. കൂടെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ചുരുക്കി പറയട്ടെ, സദസ്സ് വിശാലമാണ്, സമയം പരിമിതമാണ്. എങ്ങനെയാ ഇത് പറയാറ്? ഹുബ്ബുൻ നബി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഓ നബിയെ, അങ്ങ് അനുമാനം എന്നാ അങ്ങയുടെ റൂഹ് പിടിക്കാൻ അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് നബിയെ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിക്കുമ്പോ എനിക്കെന്റെ ജിബ്രീലിനോടൊരു കാര്യം ചോദിക്കണം. എന്താ നബിയെ? എന്റെ ഫാത്തിമയുടെ അവസ്ഥയല്ല, എന്റെ ആയിഷയുടെ അവസ്ഥയല്ല, 14 രാവിലെ കയ്യിൽ പിടിച്ചിട്ടോടി നടന്ന എന്റെ ആയിഷയുടെ അവസ്ഥയല്ല, എന്റെ കരളിന്റെ കശനമത്തിന്റെ അവസ്ഥയല്ല. ഓ ജിബ്രീലേ, ഞാൻ മരിച്ചുപോയാ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞു പോയാ എന്റെ സമുദായത്തെ ആരാ നോക്കുക? എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ള എന്റെ റസൂല് ചോദിക്കുമ്പോ, ഏത് സമുദായമാ ചെറുപ്പക്കാരാ? പട്ടച്ചറായത്തിന്റെ കടയിലും ചീട്ടുകളിയുടെ മേടയിലും ലോകത്തുള്ള ആവാസത്തിന്റെ നടുവിൽ കടന്നുപോയ ഞാൻ നിങ്ങളുമടക്കമുള്ള സമുദായത്തെ കുറിച്ച് വഫാത്തിന്റെ മരണത്തിന്റെ കട്ടിലിൽ കിടന്ന് വേവലാതിയോടെ ചോദിച്ചു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഓ നബിയെ പേടിക്കണ്ട, അല്ലാഹു അങ്ങയുടെ ഉമ്മത്തികളുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് നബിയെ എന്ന സമാധാനം കിട്ടുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുക്കുക, റൂഹ് പിടിച്ചുകൊള്ളുക.